ഇവരെന്റെ ഉമ്മയെയും ഉപ്പയെയും കൊന്നുകളഞ്ഞു. എന്റെ 2 സഹോദരങ്ങളെ ജയിലിൽ പിടിച്ചിട്ടു. ഇനി ഇവര് പുറം ലോകം കാണില്ല. ഞാനിവിടെ ഫലസ്തീനിൽ ഒറ്റക്കാട്. 10 വയസ്സുകാരനായ ബാലന്റെ കഥന കേട്ടപ്പോ ഞാനവന്റെ തോളിലൂടെ കൈയിട്ടിട്ട് എന്റെ ഒരു അഹങ്കാരമായിരിക്കാം അവനോട് പറഞ്ഞു, മോനെ, ഫലസ്തീനിൽ നിനക്കാരുമില്ലല്ലോ, നീ എന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നാൽ നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് ഡോക്ടറാക്കാം, നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് എഞ്ചിനീയറാക്കാം, വരുന്നോ കുഞ്ഞ്? സ്നേഹത്തോടെ വിളിച്ചപ്പോ അവന്റെ ഭാവം മാറി. തോളത്തിട്ട് എന്റെ വലത്തേക്ക് അവൻ ബലമായി തട്ടിമാറ്റിയിട്ട് എന്റെ മുഖത്തോട്ട് നോക്കിയിട്ടൊരു ചോദ്യം ചോദിച്ചു, നിന്റെ കൂടെ വന്നാൽ ഇന്ത്യയിൽ വന്നാൽ എഞ്ചിനീയർ ആവാനല്ലേ പറ്റൂ, ഡോക്ടർ ആവാനല്ലേ പറ്റൂ, നിന്റെ കൂടെ വന്നാൽ ഷഹീദാവാൻ പറ്റില്ലല്ലോ, നിന്റെ കൂടെ വന്നാൽ ഷഹീദാവാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ എന്റെ വാപ്പ ഷഹീദായി പോയ സ്വർഗത്തിലേക്ക് ഷഹീദാവാനാണ്, ഞാൻ ഷഹീദാവാനാണ്, ഞാൻ ഈ ഫലസ്തീനിൽ ജീവിക്കുന്നതെന്ന് 10 വയസ്സുകാരൻ പറയുമ്പോ, പൊന്നുമോനെ, 10 വയസ്സുകാരന്റെ ആഗ്രഹമേടാ, എനിക്ക് ഷഹീദാവണം, ഷഹീദാവണം. അതുകൊണ്ട് സത്യമതത്തിന്റെ ദീനിലോട്ട് കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ ജീവിക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് മതപരിവർത്തനമല്ല, ബലപ്രയോഗമല്ല, റിയാദിലെ ദീർഘകാലം ജോലി ചെയ്തപ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് ഇസ്ലാമെന്ന പ്രകാശത്തിലോട്ട് കടന്നു വന്ന തിരൂരിലെ കൊടുങ്ങിയിലെ കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ ഫൈസലായി ജീവിതത്തിലേക്ക് വന്നപ്പോ റിയാദിൽ നിന്ന് മുസ്ലിമായി സുന്നത്തുണ്ടായി ജീവിതത്തിൽ നിട്ടയോടെ ജീവിച്ച് ഈ തിരൂരിലെ കൊടുങ്ങിയിൽ വന്ന് തന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും 2 വർഷം കൊണ്ടല്ലാതെ സ്വർഗത്തിന്റെ ഉടമയായി. റിയാദിലേക്ക് പോകാനിരുന്ന പാവപ്പെട്ട ഫൈസലിന് ഇരുട്ടിന്റെ മറവിലിരുന്ന് അവന്റെ കരുത്തിലെ താന്ന് വെട്ടിയിട്ട് കൊടൽമാല വെളിയിലോട്ടിറക്കിയ ആ ബാലികന്മാരെ വിശ്വാസിയെ നിനക്ക് വധിക്കാൻ കഴിയൂ, വിശ്വാസത്തെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുത്തറസൂലിന്റെ ഈ സദസ്സിൽ ചിതഞ്ഞിരിഞ്ഞു പോയ 3 പൊന്നുമക്കളാണ് മോനെ. 2 വർഷം കൊണ്ട് അനിൽകുമാർ ഫൈസലായപ്പോ 2 വർഷം കൊണ്ട് അയാൾ മുസ്ലിമാക്കിയത് 4 പേരെയാ. തന്റെ 3 മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തന്റെ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യപാതയിലെപ്പിച്ചിട്ട് ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകത്വത്തിന്റെ വചനം പറഞ്ഞിട്ട് കൊടിഞ്ഞി പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഖബറടക്കിയ ഫൈസലിന്റെ വെള്ളിപ്പെട്ടുന്ന പൊന്നു ഭാര്യ ജസ്നയോട് റസൂൽ സദസ്സിൽ പറയാ, നടന്നു പോകുന്ന വഴിയെ റസൂലിന്റെ നിയോഗം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുന്ന വഴിയെ ഈ തപ്പന മരത്തില് തങ്ങളുടെ പൗരാണികമായ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായപ്പോ ഈ തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് ചാട്ടവാറിന്റെ അടിയേറ്റ് ശരീരത്തിലൂടെ രക്തം കണ്ടല്ലാ തുടങ്ങുമ്പോ രക്തത്തിൽ കുളിച്ചിട്ട് ഈ തപ്പന മരത്തിൽ കിടന്ന ഭാര്യയെയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോ അവരോട് യാസിർ കുടുംബമേ ക്ഷമിക്കണേ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്കാണ് പടച്ചറപ്പിന്റെ സ്വർഗമുള്ളത്. അവരോട് യാസിർ കുടുംബത്തോട് മുത്തറസൂൽ പറഞ്ഞ ഈ തപ്പന മരത്തിൽ കെട്ടിയിടപ്പെട്ടിട്ട് ചാട്ടവാറിന്റെ പ്രഹരങ്ങളായിട്ട് പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുവരക്കുമ്പോഴും വിചാരധാരയിൽ നിന്ന് ഒരൽപ്പം പോലും പിന്നോട്ട് വരാത്ത യാസിറിന്റെ ഭാര്യയോട് പറഞ്ഞ ഒരേ ആശ്വാസത്തിന്റെ വാക്ക് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് പറയാ, ഫൈസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ജസ്ന എന്ന പേര് സ്വീകരിച്ച പ്രിയപ്പെട്ട മുഅ്മിനത്തായ പെണ്ണിനോട് നാളെ 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നീ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ നിന്റെ കൈയും പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഈ അടുത്ത സമയത്ത് ഫൈസൽ എന്ന അനിൽകുമാർ ഫൈസലായി. ഫൈസൽ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു പത്ര സന്തോഷത്തോട്, ഞാനിനി സ്വർഗത്തിലാ
ഇസ്ലാമിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും എതിർത്ത് പല ആളുകൾ വധഭീഷണി മുടക്കിയപ്പോ ഫൈസൽ പള്ളിക്കല ഇമാമിനോട് പറഞ്ഞു തന്നെ അവർ കൊന്നാലെന്താ, ഞാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലല്ലേ, ഞാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലല്ലേ. മുഅ്മിനീങ്ങളെ 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവന് സ്വർഗം ഉറപ്പിച്ചിട്ട് ഷഹീദായി മരിക്കാൻ കിടന്നുവെങ്കിൽ അല്ലാഹുവേ അല്ലാഹുവേ, പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു സ്വർഗം ഉറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുമോ? ഉത്തറസൂലിന്റെ നിയോഗത്തെ കുറിച്ച് പറയുമ്പോ ആ സ്വർഗലോകത്തോട്ട് കടന്നു പോകാൻ ഫൈസലിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിൽ നമുക്കും പങ്കാളികളാവാ. അല്ലാഹുവേ, ഷഹീദ് യാസറിനെ കൊടുത്ത തിരൂരിൽ 40 പേരെ മുസ്ലിമാക്കുണ്ട്. റോഡിലൂടെ നടന്നു പോകുമ്പോ തന്റെ വീട്ടിലേക്ക് കഞ്ഞി വെള്ളം ചോദിച്ചു വന്നവന് ഇസ്ലാം പറഞ്ഞ് മുസ്ലിമാക്ക് കൊടുത്ത തിരൂരിലെ യാസറിന് വടിയരികിലേക്ക് നിഷ്ഠൂരമായി കൊത്തിവെട്ടിക്കൊന്നവർക്ക് നീതിപീഠം വെറുതെ വിട്ടപ്പോ അവർക്ക് ആവേശമായി ആരെ കൊന്നാലും നീതിപീഠത്തിന് രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിന് നഷ്ടപ്പെട്ടത് ഫൈസലിനെയാണ്. യാസറിന് ശേഷം ഫൈസലിന് ഇല്ല ഇല്ല, വിശ്വാസിയെ കൊല്ലാൻ കഴിയും, വിശ്വാസത്തെ കൊല്ലാൻ കഴിയില്ല. ഇത് റോമയുടെ മുകളിൽ കയറിയ വിശ്വാസമാണ്, ഇത് കിസയെ തകർത്ത വിശ്വാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരായി മാറുക? സുന്നത്തിൻ നബി മുസ്തഫ ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിലൂടെ നടക്കുക. ഏറ്റവും നല്ല നേതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല മകനായി. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ മുഖ്യപ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ നിങ്ങളെ നടത്തണേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ ആ ജീവിതത്തിൽ നീ നടത്തണേ ആ നിയോഗമാർക്കൊക്കെ റസൂലിന്റെ കുടുംബം പട്ടിണിയിലായി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ആമീൻ പറ. സമയായോ? സമയായോ? അതാണ് എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു വിഷയം പറയുമ്പോൾ ഒരു തലങ്ങളിലേക്ക് പോകണം. അല്ലാഹു നമുക്ക് പ്രയോജനം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് പ്രയോജനം നൽകട്ടെ, അല്ലാഹു നമുക്ക് പ്രയോജനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക സലാത്തിലേക്ക് ആര് എഴുന്നേറ്റത്? നബിയങ്ങളുടെ ഇത് വഅദിന്റെ സദസ്സല്ല. അവിടെ നിന്ന് എഴുതിയാൽ പിന്നെ വലിയ പ്രശ്നമില്ല. ഇത് നബിയങ്ങളുടെ സലാത്തിന്റെ സദസ്സാണ്. അവസാനം എഴുന്നേറ്റ് നിന്ന് നമുക്ക് സലാത്ത് ഇടണം, എന്നിട്ട് പിരിയാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയ അവസരങ്ങളൊക്കെ ഉസ്താദന്മാരൊക്കെ കയറ്റി ഉസ്താദാണ് എനിക്ക് വെള്ളം എടുത്ത് തരണം. അള്ളാഹുവിന്റെ ബറക്കത്ത് തരട്ടെ. യോഗ്യതയല്ല, അള്ളാഹുവിന്റെ ബറക്കത്ത് തരട്ടെ. മാ വസല മൻ വസല ഇല്ലാ ബിൽ അദബ്. ഒരു പദവിയിൽ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അദബ് കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് അദബ് തരട്ടെ. എല്ലാവരും അവിടെ തന്നെ എനിക്കൊരു 10-15 മിനിറ്റ് പതിനൊന്നായില്ലേ? ഞാൻ തമാശ ഒന്നും പറയാത്ത സദസ്സിന്റെ ഗൗരവം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 11 അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ നിയോഗത്തിന്റെ ഇപ്പൊ സമകാലീന സമൂഹമായിട്ട് നടക്കണ ഒരു കാര്യം മാത്രം പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രത്യേകിച്ച് ഒരു കാസർഗോഡ് ജില്ലയാണ്. എല്ലാവരും ഒരു വലിയ ആരോപണമുണ്ട്. ഞാൻ ഒരർത്ഥത്തിൽ നോട്ട് നിരോധത്തെ അനുകൂലിക്കുന്നു. ഒരർത്ഥത്തിൽ കാണിച്ചത് ശുദ്ധ മണ്ടത്തരത് വേറെ കാര്യം. പക്ഷേ കാലാകാലങ്ങളായി കോഴിക്കോടെയും കാസർഗോഡെയും മാപ്പിളമാരുടെ മച്ചിലും വേപ്പുറത്തും കട്ടിലിന്റെ അടിയിലും കുറെ കള്ളപ്പണം ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഏതായാലും എല്ലാവരും ബാങ്ക് ഇട്ടല്ലോ, അപ്പൊ അറിയാം ആരുടെ കയ്യിലുണ്ടായിരുന്നു. കുറെ നാളായി ന്യൂനപക്ഷ സമൂഹത്തെ ഭീതിപ്പെടുത്താണ്. അവരെ കട്ടിലിന്റെ കീഴെയും അവരെ മച്ചിന്റെ മുകളിലൊക്കെ കള്ളപ്പണമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹവാലയുണ്ട്. ഇപ്പൊ അതെല്ലാവരും ബാങ്കിൽ കൊണ്ടിട്ടല്ലോ. ഇനി അറിയാം, കണക്ക് വരട്ടെ ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ചില മണ്ടത്തരം നമുക്കൊരു ആശ്വാസവുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസ്ഥയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ വിട്ടുകളയരുത്.
എന്താ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഇൻഷാ അല്ലാഹ് നാളെ വഫാത്താണ്, അതിനോടനുബന്ധിച്ച് ഇതിന്റെ ബാക്കി കൂടെ ഞാൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങളെന്താ മടുത്തുപോയോ? മടുത്തോ? നാളെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സർ അല്പം കൂടെ കയറ്റിയിടും. ഇത്രയും ദൂരം വന്നാൽ പറ്റൂല, എനിക്ക് തീരെ പറ്റൂല. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമാപന സദസ്സാണ്ട് ഇതിന് ആളുണ്ടാവും. ഏതായാലും അൽഹംദുലില്ലാഹ് മഗ്രിബ് കഴിഞ്ഞു വന്ന ആളുകളാണ്. 11 മണി വരെ ഒരാളും അനങ്ങിയിട്ടില്ല. അതിനൊരു വലിയ ഖൈറാണ്. നാളെ 7 മണിക്ക്, എത്ര മണിക്ക്? എത്ര മണിക്ക് നിങ്ങൾ പറ, എന്നാലും മനസ്സിൽ 7 മണിക്ക്. ലാ യസീദു വലാ യൻഖുസ്. പണ്ടാരോ വന്നാലും മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അസർ നടക്കുമെന്ന് പറഞ്ഞാലും വന്നാലും വന്നില്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങും. ഒരൊറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ മുത്തറസൂല് പറഞ്ഞൊരു കാര്യമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു വലിയ പ്രതിസന്ധിയില, എന്ത് ചെയ്യണമെന്നറിയില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് ഗൾഫിൽ. അല്ലാഹു ആ പാവപ്പെട്ട പ്രവാസികളെ കാക്കട്ടെ. MFIPയുടെ ലൈവിലൂടെ ആയിരക്കണക്കിന് പ്രവാസികൾ പ്രസംഗിപ്പ് ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. അല്ലാഹു ആ സാധുക്കളെ കാക്കട്ടെ. ഇപ്പൊ ആമീൻ പറഞ്ഞു. അവനാന്റെ ഭർത്താവിന് ഗൾഫിന്റെ കാര്യം വന്നപ്പോ എല്ലാവർക്കും ആമീൻ ഉണ്ടായി. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഒരു ആമീനും പറയാത്തവര് ഗൾഫിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ആമീൻ. എന്താ എന്റെ മാപ്പിള എവിടെയുണ്ട്? അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. പാവപ്പെട്ട ഗൾഫുകാരൻ ഇപ്പൊ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ആദ്യമായിട്ടാണ് ഗൾഫിൽ പോയിട്ട് ഭാര്യ ഉമ്മായും വിളിച്ചിട്ട് പൈസ അയക്കല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാ ഭാര്യമാരും കൂടെ അയക്കല്ലേ, പൈസ അയക്കണ്ട, ബാങ്കിൽ ഇടല്ലേ, കുഴപ്പമാണ്. ആദ്യമായിട്ടൊരു ഗൾഫുകാരനുണ്ട്, ഭാര്യ മക്കളും, ഇനി അയക്കല്ലേ എന്ന് പറഞ്ഞു. പാവപ്പെട്ട ഗൾഫുകാരൻ അത്തരന്റെ മണം മാത്രമേ അവനുള്ളൂ, വേറെ ഒന്നുമില്ല. അവൻ പാവമാണ് ഗൾഫുകാരൻ. 1000 റിയാൽ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി അവൻ കൈ പിടിച്ചുകൊണ്ട് വരുമ്പോ ടാക്സി വിളിക്കും. അപ്പൊ പറയാം 10 റിയാൽ 10 റിയാൽ. അപ്പം ചിന്തിക്കും, പടച്ചോനെ 999 ബാക്കി വീട്ടയക്കാൻ പറ്റൂ. അവൻ ആ 10 റിയാൽ വെച്ച് 1000 തികച്ചിട്ട് 2 കിലോമീറ്റർ വെയിലത്തൂടെ നടന്ന് ലുലു എക്സ്ചേഞ്ചിൽ വന്നിട്ട് പൈസ ബാങ്ക് അയച്ചു കൊടുക്കും. 2 ഭാര്യയെ വിളിച്ചിട്ട് പറയും 1000 റിയാൽ അയച്ചിട്ടുണ്ട്. അവള് പെട്ടെന്ന് മൊബൈൽ എടുത്ത് പൈസ മാറാൻ വേണ്ടി 500 രൂപ കൊടുത്ത് കാറും വിളിച്ച് പോയി മാറ്റി. ഇതാണ് ഗൾഫുകാരൻ. അവൻ നടന്നു പോയിട്ട് അയച്ച പൈസ മേടിക്കാൻ 1000 രൂപയ്ക്ക് ടാക്സി വിളിച്ച് ഇവളവിടെ പോയി മാറ്റിയെടുക്കും. ഇതാണ് യഥാർത്ഥ ഗൾഫുകാരൻ. അവൻ അത്തരന്റെ മണമേ ഉള്ളൂ. 6 മാസം ലീവിന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് കടം മേടിച്ചിട്ട് വരും. 6 മാസം ഇവിടെ നിൽക്കുമ്പോൾ അതും കടവാകും. പിന്നെ ഇവിടെ നിന്ന് കടം മേടിച്ച് അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് ജോലി അവിടെ നിന്ന് വാങ്ങിച്ചത് തീർക്കും. വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കടവാകും. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഈ വരുമ്പോൾ ഒരു പെട്ടിയും അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിൽ ഒരു കുട്ടിയും. ഇതിനപ്പുറത്തേക്ക് ഈ വർഷാവർഷം വന്നു പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോ കയ്യൊരു പെട്ടി ഉണ്ടാവും. ഇവിടെ നിന്ന് പിന്നെ തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് പാവപ്പെട്ടവരൊന്നുമില്ല. പിന്നെ ഒരു അത്തറിന്റെ മണമുണ്ട്. ഇപ്പം ഗൾഫ് മുഴുവനും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ധാരാളം ആളുകളെ പിടിച്ചുവിടപ്പെടുന്നു. സ്വദേശിവൽക്കരണം നടക്കുന്നു. തൃക്കരിപ്പൂരൊക്കെ ഒരു ഗൾഫിന്റെ മുകളിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. അങ്ങനല്ലേ? എവിടെ കച്ചവടമാണ്? തൃക്കരിപ്പൂരിൽ അങ്ങനെ ഗൾഫാണ്. ഇതൊന്നും മനുഷ്യന്മാരൊന്നും ഉണ്ടാകും. പ്രവാസികളല്ലേ കൂടുതൽ? റിയാലിന്റെ മണമാണോ അതോ ഗാന്ധിജിയുടെ മണമാണോ കൂടുതൽ? റിയാലും ദീർഘമൊക്കെയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു അത് ബറക്കത്ത് ചെയ്യട്ടെ. ഗൾഫുകാർ നല്ല സദഖ ചെയ്യും, കാരണം അവര് അത് കണ്ടുപഠിച്ചവരാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ.